പ്ലസ് 4 എത്ര? അബു പറഞ്ഞ സിമ്പിൾ 8. ആ ഗുഡ് ഗുഡ്. ഇത് നോട്ടോ. 5 into 5 എത്ര? ലച്ചു പറയ്. 25 ടീച്ചർ. ആ ഗുഡ് ഗേൾ. സിറ്റ് ഡൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 minus 2 എത്ര? പാറു പറയ്. 4 ന്ന് 2 പോയാ 2 ടീച്ചർ. ആ ഗുഡ്. 10 minus 6 എത്ര? ശിവ പറയ്. 4 ടീച്ചർ. ഓക്കേ ഗുഡ്. 5 into 8 എത്ര? വിഷ്ണു പറയ്. അറിയില്ല ടീച്ചർ. എന്തിനാ പഠിക്കാൻ അങ്ങോട്ട് പോന്നെ? ഇവിടേക്ക് എന്താ കഥകളിക്ക് വരികയാണോ? പഠിക്കാനല്ലേ എന്നെ? അത് പറഞ്ഞിട്ട് ഇരുന്നാ മതി. അറിയില്ല ടീച്ചർ. എന്നാ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നാ 4 into 4 എത്ര? 14 4 24 8 13 14 16 ടീച്ചർ. ഓക്കെ സിറ്റ്. 10 minus 4 എത്ര? ലക്ഷ്മി പറയ്. ആ ഓക്കെ. ആ അപ്പൊ എല്ലാരും തിരക്കടിയിലാ പഠിച്ചിക്കണല്ലേ? യെസ് ടീച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഹോംവർക്ക് തന്നിരുന്നില്ല, അതെല്ലാരും ചെയ്തില്ലേ? അയ്യോ ഞാൻ ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. ആരാ ചെയ്യാത്ത? എല്ലാരും ബുക്ക് മുമ്പിൽ നിർത്തി വെച്ചേ. ആരൊക്കെ എഴുതാത്ത നോക്കട്ടെ. അയ്യോ പെട്ട്. എല്ലാരും എഴുതിയാ നോക്കട്ടെ. ആ ലച്ചു എഴുതിക്കൊള്ളേ. ആ ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഗുഡ് ഗേൾ. ആ പാറ എഴുതിയും കറക്റ്റ് ആണ്. പക്ഷെ രണ്ടാമത് എഴുതിയില്ലേ, അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് ടീച്ചർ പിന്നെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ലച്ചുവണ്ടിയിൽ നോക്കിയിട്ട് ശരിയാക്കിട്ടോ. ഓക്കെ ടീച്ചർ. ഏതായാലും എഴുതിയില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒളിയിൽ നോക്കി എഴുതട്ടോ. പാറു നീ എഴുതിയില്ലേ? ഇല്ല ടീച്ചർ, എഴുതിയിട്ടില്ല. ആഹാ അത് കൊള്ളാലോ. എന്നിട്ടാണ് ഞാൻ ഹോംവർക്ക് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ആന്ന് പറഞ്ഞത്. അപ്പൊ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൂടെ? എന്താ നീ എഴുതായിരുന്നു? അത് പിന്നെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ആഹാ കറണ്ട് ഇല്ലാണ്ട് എഴുതായിരുന്നു. അപ്പോൾ മെഴുകുതിരി ഫോണിന്റെ ലൈറ്റിലോ കത്തിച്ച് ചെയ്തിക്കൂടായിരുന്നില്ലേ? ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. എന്നിട്ട് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് മൊബൈൽ ഉണ്ടായിട്ട് മൊബൈലിലെ ലൈറ്റിൽ എഴുതാൻ വയ്ക്കൂല. മൊബൈൽ അല്ലെങ്കിൽ എമർജൻസി ഉണ്ട്, എന്നിട്ട് അത് കത്തിച്ചിട്ട് എഴുതാൻ പറ്റൂലേ? അത് പിന്നെ എമർജൻസിയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ചേച്ചി ഫോൺ തരും ചെയ്യില്ല, അതുകൊണ്ട് എഴുതായിരുന്നു. ആ ഒക്കെ ഞാൻ വിശ്വസിച്ചു. അപ്പൊ എന്റെ അവിടെ? ഞാനും എഴുതിയിട്ടില്ല ടീച്ചർ. നിനക്ക് ഇനി എന്തായിരുന്നു? ഞങ്ങൾ സ്കൂളിൽ ഇട്ടിട്ട് പുറത്തു പോയതായിരുന്നു. പിന്നെ രാത്രി 1 മണിക്കാണ് വീട്ടിലെത്തിയത്. പിന്നെ എഴുതാൻ പറ്റിയില്ല. ആ അങ്ങനെയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് എഴുതിക്കൂടായിരുന്നില്ലേ? ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് രാവിലെ എണീക്കാനും വൈകി. പിന്നെ എന്തിനാ സ്കൂൾക്ക് പോകുന്ന? സ്കൂൾക്കും പോരാതെ അവിടെ കിടന്നുറങ്ങിക്കൂടായിരുന്നില്ലേ? അപ്പൊ അമ്മ തല്ലി എണീപ്പിച്ചത്, അതുകൊണ്ടാ ഞാൻ പോകുന്നത്. ഞാൻ വിഷ്ണുവിന്റെ കൂടി നോക്കട്ടെ, എന്നിട്ട് വേണം വഴി എടുത്ത് വരാൻ. വിഷ്ണു എന്റെ അവിടെ? ഞാനും എഴുതിയിട്ടില്ല ടീച്ചർ. നിനക്ക് എന്തേന്നു നീ? എനിക്ക് വയറുവേദന ഇരുന്നല്ലേ. ഞാൻ സ്കൂളിൽ ചെന്നേക്ക് കിടക്കായിരുന്നു. പിന്നെ രാത്രി നേരത്തെ ഉറങ്ങി. രാവിലെ വൈകിട്ടാണ് എണീച്ചത്. അപ്പൊ എഴുതാൻ പറ്റിയില്ല. ആ എന്നിട്ട് ഇപ്പൊ വയറുവേദന മാറിയോ? ആ ഇപ്പൊ കുറവുണ്ട്. ഞാൻ വിശ്വസിച്ചു. എന്നാലേ ആ എഴുതാതെ വന്നോളൊക്കെ ഒന്ന് കൈയ്യിട്ടിക്കാണി. പാറ എണീറ്റുന്നേ. കൈ നീട്ട്. വേണ്ട ടീച്ചർ, ഞാൻ നാളെ എഴുതിയിട്ട് വന്നോളാം. കൈ നീട്ടാനല്ലേ നിന്നോട് പറഞ്ഞേ? ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമല്ല. കൈ നീട്ട്. അടിച്ചുമ്പോ കൈ വലിച്ചാല് നല്ലോണം വേദനിക്കൂട്ടോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇവന്റെ പോലെ ആവണം. ഒരു ഉടുപ്പില്ലാതെ നിക്കണോക്കിയൊക്കെ. എന്നിട്ട് അവൻ അടിച്ചോന്ന്. മതി ടീച്ചർ നിർത്ത്. ആ നിനക്ക് മതിയായില്ലേ? ഞാൻ മതിന്ന് പറയുന്നവരെ അടിക്കണം എന്ന് വിചാരിച്ചിട്ടേനു. ഇരിക്കാടെ. വിഷ്ണു എണീറ്റേ. എന്നിട്ടല്ല ടീച്ചറെ, എന്നിട്ടല്ലേ ടീച്ചറെ, ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വയറുവേദന. കൈ നീട്ടാടെ, എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഇല്ല ഞാൻ കൈ നീട്ടൂല. നീട്ടിയിട്ടില്ലേ വേറെ എവിടേക്കാലും കിട്ടും. പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കൈ നീട്ടെ. നിനക്ക് മാത്രം ഇവിടെ വേറെ പ്രത്യേകത ഒന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും ഞാൻ. മതി ടീച്ചർ, ഞാൻ എഴുതിക്കോളാനി. ആ അങ്ങനെ വൈക്കണവാ. ഇനി മുതൽ ഹോംവർക്ക് എഴുതിയിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് എല്ലാവർക്കും നല്ല കിട്ടൽ കിട്ടുട്ടോ. അപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇതിന്റെ വ്യക്തറിയാണെങ്കിൽ ഓരോട് 3 ചോദിച്ചു നോക്കി. ഇങ്ങനെയുണ്ടാവും ഒരു കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തെ. ഹോംവർക്ക് എഴുതിക്കൊണ്ടിരണം എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരണം, പഠിച്ചു തരണം എന്ന് പറഞ്ഞാൽ പഠിച്ചു തരണം. അല്ലെങ്കിൽ ഈ ചൂരലുകൊണ്ട് നല്ല കിട്ടൽ കിട്ടും. എപ്പോഴും ഇവിടെ ഉണ്ടാവും ക്ലാസ്സിൽ. ലഞ്ച് ബ്രേക്ക് അല്ല എടുത്തത്. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ഞാൻ തന്നെ വരുന്നത്. രമ ടീച്ചർ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ തന്നെയാണ് ആ ക്ലാസ്സിലും വരുന്നത്. അപ്പൊ എല്ലാവരും നോക്കിക്കോളൂ. അത് നന്നായി. പറഞ്ഞാലും കേൾക്കാത്തൊരു കുട്ടികൾ. ഇനിയിപ്പം എന്ത് തിന്നിട്ടെന്താ? ഞാൻ വലിയ കടയിൽ നൂഡിൽസ് ഒക്കെ കൊടുന്ന ആ മൂട് പോയി. മൂട് പോയെങ്കിൽ ഇങ്ങോട്ട് തന്നോളെ, ഞാൻ തിന്നോണ്ട്. ഞാനും വേണമെങ്കിൽ കൂട്ടിന് വരാം. ഇനിയിപ്പോ ഞാനെന്തിനാ അറിയണ? അപ്പൊ ടേസ്റ്റ് എന്നാ നമുക്ക് തിന്നാൻ തുടങ്ങാം. എടി ലച്ചു ശിവ നിങ്ങളെ ഫുഡ് കൊടുക്കും. ആ അടിക്കന്നെ. ആ ഞാൻ നൂഡിൽസ് ഇന്ന് തന്നെ നോക്കണം. നീ വേണ്ടല് കഴിച്ചോളി. ആ എന്താ ഒരു ടേസ്റ്റ്. പാറു ഇതെന്റെ അമ്മ ഉണ്ടാക്കിയാ? പിന്നല്ല, എന്റെ അമ്മ ഷെഫാണ്, ഷെഫ്. എന്റെ പിന്നെ ചിക്കൻ സൂപ്പാ. ഹാവു വയറ് അറിഞ്ഞു. ഹയറ് ഹാവു അങ്ങനെ വയറ് അറിഞ്ഞു. ഹാവു നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ. പിന്നെ എല്ലാവരും രക്ഷയില്ല, അടിപൊളി. അയ്യോ ലഞ്ച് ബ്രേക്കും കഴിഞ്ഞോ? ചേടാ ഞാൻ മൂത്രയിക്കാൻ പോണെന്ന് വിചാരിച്ച അപ്പത്തിന് ബെല്ലടിച്ചു. നീ പഠിത്തതോ തള്ള വരികക്കാറില്ലേ? അത് പറഞ്ഞ ടീച്ചർ തമാസക്ക് പറഞ്ഞിട്ടാ. ടീച്ചർ വരികയൊന്നുമില്ല. നമുക്ക് ഫ്രീ പീരീഡ് ആകാറ്. ഒന്ന് പോടർക്കാ തള്ളേ പറഞ്ഞിട്ടാ എന്തായാലും വരും. എന്നാ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. സ്കൂളിൽ വരുമ്പോ ഒരു 5 രൂപയുടെ ലേസ് ഇട്ടോ. ആ വന്നിട്ടില്ലേ തിരിച്ചു മേടിച്ചു തരണട്ടോ. ആ അതെന്തായാലും മേടിച്ചു തരും. ഈ പറ്റിക്കേട്ടോ മോളെ. പാറ പറഞ്ഞത് വാക്കാണ്. പാറ ഒരു വാക്ക് പറഞ്ഞപ്പോഴേ ഈ പാലിച്ചും തിരിച്ചു. ആ അതാണ് കേട്ടാ മതി. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം മോനെ? നീ പോകുമ്പോ 5 രൂപയുടെ ലേസ് മേടിച്ചു തരുന്നുണ്ട് കേട്ടോ. മേടിച്ചു തരാം. ആ
കഴിച്ചോ? അത് പിന്നെ ടീച്ചർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയിരിക്കും സീറ്റില്. വിടൂലെന്നല്ലേ നിന്നോട് പറയണേ? അയ്യോ ടീച്ചർ, പാറു മൂത്രയിച്ചു. അയ്യോ അറിയാതെ മൂത്രയിച്ചല്ലോ. എന്ത് മൂത്രയിച്ചെന്നോ? എന്താ പാറു നീ കാണിച്ചു വെച്ചേക്കുന്നേ? പിന്നെ ടീച്ചർ കുറെ നേരമായില്ലേ മൂത്രയിക്കണം മൂത്രയിക്കണം എന്ന് പറയുന്നു. ടീച്ചർ വിടാണ്ടല്ലേ? നിനക്ക് അത്ര മുട്ടിക്കുളന്നുണ്ടെങ്കിൽ പോയി ഒഴിച്ചു വരികയല്ലേ? അല്ല എന്നോട് ചോദിച്ചിട്ടയ്യ. ടീച്ചർ വിടാതെ ഞാൻ പോയി കഴിഞ്ഞാൽ ടീച്ചർ വന്നതിനെ അടിക്കൂലേ? അയ്യേ ഓളെ പാൻറ്റിൽ കൂടെ ഒക്കെ മൂത്രാണ്. അയ്യേ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ മൂത്രമണം. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് കഴിച്ചിട്ട് വാ. അപ്പോഴോട് കുന്തം വയ്യ പോലെ നോക്കിക്കണണ്ടില്ലേ? ശരി. ഇനി എന്തോ നീയോ ടീച്ചറെ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വെച്ച. നിങ്ങൾ ഓരോ പണി ഉണ്ടാക്കണല്ലേ സഹിച്ചൂടി. ഞങ്ങളൊന്നല്ലല്ലോ. ഏതായാലും നിങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോയി അത് നേരാക്കട്ടെ. ഓക്കെ ടീച്ചർ. ഈ പാറുവിന്റെ ഓരോ പൊട്ടത്തരങ്ങള്. ഓ അങ്ങനെ ഒരു വിധം ക്ലീൻ ആയി. ഇനി കുട്ടികളെ പോയി വിളിക്കട്ടെ. ടീച്ചർ പാറു എടുത്തോ? ഓള് വന്നോളൂ. അനക്കെന്തിനാ അവളെ? ഓള് വാശി ചെയ്യാൻ പോയിക്കല്ലേ, കഴിഞ്ഞിട്ട് വരും. നമുക്കിനി ക്ലാസ് എടുക്കാൻ തുടങ്ങാം. ഓളെ കാത്തുന്നാലേ നമ്മളെ ക്ലാസ് നടക്കൂല. ഓള് വന്നിട്ടില്ലെങ്കിൽ ഓൾക്കാന്നും പഠിയില്ലല്ലോ. ആ ഉജ്ജ് വലിയ ഓളെ സ്നേഹിച്ചല് പഠിക്കാതിരിക്കാനുള്ള ഓന്റെ ഓരോ അടവുകളാണ്. ഓക്കെ എന്ത് വയസ്സ പാറു ഇത്? എന്തിനാ ക്ലാസ്സിലേക്ക് ഡ്രസ് ഇട്ട് വന്നേ? അത് വിചാരിച്ചിട്ട് ഈ ഡ്രസ് ഇട്ടിട്ടാ ക്ലാസ്സിലേക്ക് വരുന്നേ? അപ്പൊ നിനക്ക് ടോയ്ലറ്റിൽ നിന്നാ പോരായിരുന്നില്ലേ? ഞാൻ ടീച്ചറിനോട് ഡ്രസ് ഇല്ലാന്ന് പറയാൻ വന്നതാണ്. എന്നിട്ട് ഓൾക്ക് ഒരു ഉടുപ്പില്ല നിക്കണൊക്കെ അവള്. എനിക്ക് ഡ്രസ് ഇല്ലാത്തോണ്ടല്ലേ ടീച്ചറെ. ഇനി എനിക്ക് എവിടുന്നാ ഡ്രസ് കിട്ടുക? ഡ്രസ് ഇല്ലെങ്കിൽ ഇടണ്ട. എന്നോട് ആരും ഇവിടുന്ന് മൂത്രയിക്കാൻ പറഞ്ഞു? പിന്നെ ടീച്ചറെ ടോയ്ലറ്റിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോ പോണ്ടായിരുന്നോണ്ടല്ലേ? പാറു ഇങ്ങോട്ട് നോക്കേ. എന്താ നിനക്ക് വേണ്ടേ? നീ മഞ്ചത്തി ആയിക്കണോ? ഞാൻ വീട്ടിൽ കത്തട്ടോ. ഞാൻ എന്തായാലും അമ്മനോട് പറഞ്ഞോക്ക്. ഈ എന്നെ കളിയാക്കണേ ചതിക്കല്ലേടി. ഇപ്പോഴാണ് പാർക്കുട്ടി ക്യൂട്ടായത്. എടാ വിഷ്ണു അണക്കില്ലേ ഞാൻ തരാട്ടടാ. നീ പാറു ഇങ്ങോട്ട് നോക്ക്. എന്താ ടീച്ചറെ? ഇനി നിന്ന് മോങ്ങാത്ത സീറ്റിൽ പോയിരിക്ക്. ഞാൻ അപ്പത്തിനെ ടീച്ചേഴ്സിന്റെ അടുത്ത് ആരെടുത്തുന്നേലും അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ് കുട്ടികളുടെ ആരെടുത്തേലും ഡ്രസ് ഉണ്ടോ എന്തെങ്കിലും ചോദിച്ചോക്കട്ടെ. ഓക്കെ ടീച്ചറെ. എടി പാറു സീറ്റിൽ വന്നിരിക്കുക. ഞാൻ എനിക്ക് ഇഷ്ടണ്ടേ വരും, അല്ലെങ്കിൽ അവിടെ നിൽക്കും. ജിന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്നിട്ട് വാടി പാറുവോ? ഓളെ കൈ എന്റെ മേത്താകുവോ? അതവിടെ ഇരുന്നോട്ട് അണക്കെന്താടാ ഓന്റെ ഒരു പൊലിവോക്ക്. എന്നാലിന്റെ പാറു എന്ത് പണിയായിട്ട് കാണിച്ചു? ഞാൻ പിന്നെന്താ ചെയ്യാ? ഇവിടെ മൂത്രയിക്കല്ലാതെ ടീച്ചർ വിടുന്നില്ലെങ്കിൽ ഒന്നിലേ ടീച്ചർ വിടണ്ടേ? ഇത് ഞാനിവിടെ നിന്ന് മൂത്രയിക്കാൻ മുട്ടിയിട്ട് പിന്നെ ടീച്ചർ വിടുന്നില്ല. ഇവിടെ ഇക്കല്ല ഭാഗമല്ലല്ലോ. അത് എന്റെ ഒരു കഥയും ഉണ്ടായി. നാണം കെട്ടില്ലേ? ഞാൻ നാണം കെട്ടിട്ടൊന്നുമില്ല. പൈക്കവിടുന്ന് ഈ നാണം കെട്ടിക്കോ. എന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ? ഒന്ന് പോടി ഒന്ന് കളിയാക്കാതെ. അപ്പുറത്തെ ക്ലാസ് കുട്ടികളൊക്കെ കണ്ണുകൂടാന്. ആര്യാവ് എണീറ്റൊക്കെ കണ്ടോ? ഓലോച്ച് പാറ എന്തിനാ അങ്ങോട്ട് വണ്ടി പോയത്? ഓളെ പാന്റിൽ എന്താന്ന് ചോദിച്ചു. അതില് ലച്ചു പറഞ്ഞോള് പാന്റിൽ മൂത്രയിച്ചിട്ടാണ്. എടി ലച്ചു. എന്താടി നീ എന്തോലോടൊക്കെ പറഞ്ഞിക്കണ? ആരോട്? അപ്പുറത്തെ ക്ലാസ് കുട്ടികളോട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ നാണ അറിയണ്ട. ഇന്ന് എന്താ പറഞ്ഞെന്ന് അങ്ങോട്ട് പറ. ശിവ പറഞ്ഞല്ലേ ഈ അപ്പുറത്തെ ക്ലാസ് കുട്ടികളോട് ഞാൻ പാന്റിൽ മൂത്രയിച്ചു എന്ന് പറഞ്ഞോന്ന്. പണ്ട് നമുക്ക് ക്ലാസ് അല്ലേന്നു, പിന്നെ ടീച്ചർ ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ ഓലോട് എങ്ങനെ പറയണു? പറ്റിച്ചേ. ഓളെ പറ്റിക്കാൻ പറ്റിയൊരു ടൈം നിനക്കതിനല്ലോ. ഓക്കെ ഞാൻ തരണ്ട കേട്ടോ. ഏതായാലും ഇന്നത്തെ ദിവസം ചെയ്യട്ടെ. എന്നാലും പാറു ഈ ചെയ്ത് മോശമായി പോയി. എന്നാ ടീച്ചർ വിടായിരുന്നു വെച്ചാണെങ്കിൽ അവിടെ മൂത്രയിച്ചില്ലേ? അത് ശരി. എന്നാലും ഒരെന്നാലും ഇല്ല ടീച്ചറെ. ഞാൻ മൂത്രയിക്കാൻ വിടാത്തോണ്ട് ഞാൻ പാന്റിൽ കൂടെ മൂത്രയിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ കുഞ്ഞു കുട്ടികളെ പോലെ ഇവിടെ ഇരുന്ന് മൂത്രയിച്ചൊന്നുമില്ലല്ലോ. അതിന് പാറുവിന്റെ പേരായി പാന്റിൽ മൂത്രയിച്ചു കളിയാക്കണ്ടേടി. അണക്കെന്തോളെ പറയുമ്പോ എത്ര പൊള്ളണേ? എനിക്ക് പൊള്ളു. അണക്കെന്താ വട്ടയില്? എടി പാറു. എന്താ ടീച്ചറെ? ആരെടുത്തും ഡ്രസ് ഇല്ലാന്നാ പറയണേ. ഈ എന്തായാലും ഒരു കാര്യം ചെയ്യാം. എന്റെ ഓഫീസിൽ പോയി അപ്പത്തിന് എന്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന്